അസ്സലാമു അലൈക്കും, നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ട്രാവൽ പ്രോജക്റ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലമാണ് ജബലുന്നൂർ. ജബലുന്നൂർ എന്ന മലയിലേക്കാണ് നമ്മളൊന്ന് കയറാൻ പോകുന്നത്. ജബലുന്നൂർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഹിറാ ഗുഹ എന്നുള്ള ഗുഹ ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ മേലേക്ക് കയറാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ജിദ്ദയിലാണ്. ജിദ്ദയിൽ നിന്ന് നമ്മളിപ്പോൾ യാത്ര തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ചരിത്രങ്ങളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച്, ചരിത്രങ്ങൾ പറയാൻ ഞാൻ ആരുമല്ല, ചരിത്രപരമായ സ്ഥലങ്ങളെ കാണിച്ചിരുന്നതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ യാത്ര തുടങ്ങാം. ഏകദേശം ഹറം ബൗണ്ടറി ക്രോസ് ചെയ്തു. ഈ കാണുന്ന ഖുർആൻ തുറന്നു വെച്ച പോലെയുള്ള ഒരു ചെറിയ ബ്രിഡ്ജ് പോലെ തോന്നുന്ന ഇതാണ് ആദ്യം ഹറം ബൗണ്ടറി ആയിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ മുമ്പിലാണ്. നമ്മളത് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 30ഓളം കിലോമീറ്റർ നമുക്ക് പോകണം ജബലുന്നൂർ എത്താൻ. നമ്മൾ യാത്ര സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി അവിടെ വെച്ച് കാണാം ജബലുന്നൂറിലെത്തിയിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജബലുന്നൂർ എത്തിയിരിക്കുകയാണ്. ജബലുന്നൂർ എത്തിയിട്ടില്ല, അതിൻ്റെ താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ജബലുന്നൂർ, ആ കാണുന്ന മലയാണ് ജബലുന്നൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 700 മീറ്ററോളം ഉയരമുണ്ട് മലക്ക്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 720ഓളം മീറ്റർ ഉയരമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ പറയപ്പെടുന്ന ഹിറാ ഗുഹ ഉള്ളത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഏകദേശം നമ്മൾ പകുതിയോളം കയറി കഴിഞ്ഞു. കഷ്ടപ്പാടാണ്. പകുതി എത്തിയപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. കയറാൻ അത്യാവശ്യം നല്ല സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഇറങ്ങിപ്പോകുന്ന കാണാം. നമ്മൾ ഈ ദൂരം കയറി വന്നാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ബാക്കിയുള്ളത് മേലെ പോയിട്ട്. അപ്പോൾ കണ്ടിന്യൂ. അങ്ങനെ ഒടുവിൽ നമ്മൾ ജബലുന്നൂർ എത്തി. ഇത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും ജബലുന്നൂറിൻ്റെ മേലെയാണ് ഇപ്പോൾ. കുറച്ച് കയറാൻ ബുദ്ധിമുട്ടി, എന്നാലും കുഴപ്പമില്ല. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റുന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. ഇവിടെ എത്തിയപ്പോൾ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീലാം സ്ട്രോങ് ചന്ദ്രനിലെത്തിയ സമയത്ത് നമ്മുടെ ചന്ദ്രൻ നായർ ചായക്കട വെച്ചിട്ട് വിളിച്ച പോലെയാണ്. ഇവിടെ തന്നെ പുറകിലൊരു ചായക്കടയും ഇതിൻ്റെ മേലൊരു ചായക്കടയൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞ ചായക്കട. അത്യാവശ്യം വെള്ളങ്ങളും ജ്യൂസുകളും ചായയൊക്കെ അവിടെ തന്നെ കിട്ടുന്നുണ്ട്. പുള്ളിക്കാരനൊക്കെ ഇവിടെ ഇങ്ങനെ എത്തിക്കുന്നതാണ് മേലേക്ക് സാധനങ്ങൾ. അപ്പോൾ ഇതാണ് മേലെ നിന്നുള്ള കാഴ്ച. നല്ല രസമുണ്ട് അല്ലേ? അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. ഇവിടുന്ന് മക്കയുടെ ഏകദേശം പരിസര പ്രദേശങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാൻ തോന്നുന്നു. ഈ ഇവിടുന്ന് കാണുന്ന ഭാഗത്തുനിന്ന് താഴോട്ട് നീങ്ങണം നമ്മൾ. അതായത് മറുവശത്ത് താഴോട്ട് ആ കാണുന്ന സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോയാലേ നമുക്ക് ഹിറാ ഗുഹ എത്താൻ പറ്റുള്ളൂ. ഇവിടുന്ന് താഴെ ആ ആൾക്കാർ കൂടി നിൽക്കുന്ന ഭാഗമാണ് ഹിറാ ഗുഹ. ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇറങ്ങിപ്പോണ്ടത് താഴോട്ട്. കുറച്ച് തിരക്കുണ്ടെന്ന്, വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കണം.
നമ്മളിപ്പോൾ ജബലന്നൂറിൻ്റെ മുകളിലാണ്. ജബലന്നൂറിൽ നിന്ന് താഴേട്ട് ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഹിറാ ഗുഹയെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടല്ല, ചെറിയൊരു വിശദീകരണം നൽകാം. ഹിറാ ഗുഹ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ഹിറാ ഗുഹയിലാണ് ആദ്യമായിട്ട് ഖുർആൻ്റെ വചനങ്ങൾ ഇറക്കപ്പെട്ടത്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ 40ാമത്തെ വയസ്സിൽ ഈ ഗുഹയിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ നുബുവത്ത് കിട്ടുന്നത്. നുബുവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഓർഡർ വരികയാണ് പ്രവാചക ദൗത്യം ഏറ്റെടുക്കുവാൻ വേണ്ടി പറഞ്ഞുകൊണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. അപ്പോൾ അതും ഈ ഗുഹയിൽ വെച്ചാണ് നടക്കുന്നത്. ജബലന്നൂർ എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശത്തിൻ്റെ മല എന്നാണ് ജബലന്നൂർ എന്നർത്ഥം. ജബൽ എന്ന് പറഞ്ഞാൽ മല എന്നും നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നുമാണ് അറബിയിൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഈ മല കയറാൻ ഞാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 40ാമത്തെ വയസ്സിൽ റസൂലുള്ള ഇവിടെ വന്ന് സ്ഥിരമായി ഇരുന്നിരുന്നു. അത് മാത്രമല്ല, അതിന് മുമ്പും അദ്ദേഹം ഇരുന്നിരുന്നു. അദ്ദേഹം മുമ്പ് ഇരിക്കുന്ന സമയത്തും ഏകദേശം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി, അതായത് ഖദീജ ബീവിക്ക് 55 വയസ്സോളം ഉണ്ടായിരുന്നു. അവർ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് അദ്ദേഹത്തിന് ഭക്ഷണവും രാവിലെയും വൈകുന്നേരം ഒക്കെ ഭക്ഷണം നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കയറാൻ വയ്യ. അവർ സ്ഥിരമായി അവരുടെ കൈകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി. അവർ ആ സ്നേഹവും അതുപോലെ തന്നെയാണ്. അതുമാത്രമല്ല, കാലഘട്ടം നമുക്കൊന്നും ഇപ്പോൾ കയറാൻ വയ്യാതായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേര് കയറുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇത് കയറാൻ അത്ര വലിയ ടാസ്ക് അല്ല. എങ്കിലും കയറാം, ഈസിയാണ്. കയറിക്കഴിഞ്ഞാൽ നല്ല സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. കുറച്ച് നേരം റിലാക്സ് ആയിട്ടിരിക്കാം. മാക്സിമം ഈവനിങ് വരാൻ ശ്രമിക്കുക. ഞാനിന്ന് വന്നത് രാവിലെയാണ്. ഈവനിങ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ജബലന്നൂർ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം, ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഹിറാ ഗുഹയിലേക്ക് പോവുകയാണ്. ഇതാണ് വഴി. കുറച്ച് വീതി കുറഞ്ഞൊരു വഴിയാണ്, ഒരു ഇടവഴി. അപ്പോൾ മേലെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം വേണം ഈ വഴിയിലൂടെ പോകാൻ. ഒരാൾ കഷ്ടപ്പെട്ട് ആ വഴി കൂടെ പോകുന്നത് കാണാം. ഒരുവിധം തടിയുള്ളവർക്കൊക്കെ അതിൽ വഴി കയറി പോവാം. നമുക്ക് കാണുന്ന പോലെ ഒന്നല്ല, കയറി പോകാൻ പറ്റുന്നുണ്ട്. ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ്. ഓരോരുത്തരുടെ കണ്ടവർ മാറിക്കോട്ടെ എന്നുള്ള പേരിൽ കുറച്ച് പേര് മാറി നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ഹിറാ ഗുഹ. ആൾക്കാർ കുറച്ച് തിരക്കുണ്ടാക്കുന്നുണ്ട്. ഒന്ന് അവിടെ പോവുക, അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് ദുആ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് ഹിറാ ഗുഹ എന്നുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാനൊരു ഫോട്ടോ ഇടുന്നുണ്ട്. ക്ലിയർ ആയിട്ട് ഇത് കാണാം. ഈ കാണുന്ന തന്നെയാണ് ഏരിയ, ഈ ഒരു പോർഷൻ തന്നെയാണ്. ഇവിടെയാണ് റസൂലുള്ള ഇരുന്നിരുന്നത്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഒരു പിക്ചറിൽ. ഇത് ഹിറാ ഗുഹയിൽ നിന്നും ആ ഒരു ഭാഗത്തു നിന്നും കാണുന്നൊരു വ്യൂ ആണ്. എന്തായാലും നമുക്ക് തിരിച്ച് പോകണം. ഇപ്പോൾ തിരിച്ച് അതേ വഴിക്ക് തന്നെ നമ്മൾ തിരിച്ചിറങ്ങേണ്ടതുണ്ട്. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനൊക്കെ ഈ ഒരു വഴി തന്നെയാണ്. അപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ടെന്ന് പറയുന്നുണ്ട്. ആൾക്കാർ അവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഹിറാ ഗുഹ കണ്ടു കഴിഞ്ഞു. ഒരു കാര്യം പറയാൻ മറന്നിട്ടുണ്ട്, തിരിക്കാം. ഒരു കാര്യം മേലെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലും സാധനങ്ങളൊക്കെ അവർ അടിച്ചിട്ട് ഫോണൊക്കെ താഴെ വെച്ചിട്ടോ അല്ലെങ്കിൽ താഴെ വെക്കരുത് കഴിഞ്ഞാൽ ഇവന്മാർ അടിച്ചിട്ട് പോകും. മേലെ കയ്യിൽ തന്നെ പിടിക്കുക, ശ്രദ്ധിക്കണം, മറക്കാതെ. എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങാം.
അൽഹംദുലില്ലാ അതിസാഹസികമായി ജബലുന്നൂർ കയറി ഇറങ്ങി. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. നല്ലൊരു മേലെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് മേലെ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ എല്ലാവരും മക്കത്ത് വരുന്നതാണെങ്കിൽ മറക്കാതെ ജബലുന്നൂർ കയറാൻ ശ്രമിക്കണം. അതുമാത്രമല്ല, കയറുന്ന ആൾക്കാർ രാവിലെ കയറാതെ ഒരു വൈകുന്നേരം ഒരു 4:30 മണി 5 മണിക്ക് ശേഷം കയറുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കയറുന്ന, ഞാനിപ്പോൾ കയറിയത് ഒരു 7-7:30 മണി 8 മണിൻ്റെ സമയത്താണ്. 7-7:30 മണിയായിട്ടുണ്ടാവും. അപ്പോൾ കയറി പുറത്തിറങ്ങുന്ന സമയമാകുമ്പോഴത്തേനും വീഡിയോ ഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം 10-11 മണിയായി. 10-11 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലായി. അപ്പോൾ വെയിൽ കൊള്ളാതെ ഇറങ്ങുമെന്ന് പറയുമ്പോൾ ബെറ്റർ ടൈം ഈവനിങ് ആണ്. അതുമാത്രമല്ല, ഈവനിങ് നമുക്ക് കുറച്ചുകൂടെ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ല രസമുണ്ടാവും. വ്യൂ ഒക്കെ നല്ല രസമാണ്. രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കും തോറും നമുക്ക് വെയിലായിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പ് സമയത്താണെങ്കിൽ വിഷയമല്ല, ചൂട് സമയത്താണെങ്കിൽ ബെറ്റർ ഈവനിങ് ആണ്. രാവിലെ അതേപോലെ രാവിലെ പോകണമെന്നവരുണ്ടെങ്കിൽ രാവിലെ 5 മണിക്ക് മുമ്പ് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും. അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ച പാട് കയറുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ മക്കത്ത് വരുന്നവർ മറക്കാതെ ജബലുന്നൂർ കയറണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. അതേ കൂടാതെ പേഴ്സണൽ റിക്വസ്റ്റ് ഒന്നാണ്, മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തോ കണ്ണിൽ പോയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് കൊടുക്കണം. അപ്പോൾ ട്രാവൽ പ്രോജക്റ്റിൻ്റെ അടുത്ത വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വേറെ എവിടെയല്ല വിചാരിക്കുന്നത്, മക്ക പരിസരങ്ങൾ തന്നെയാണ് ഇപ്പോൾ. അതായത് മിന, അറഫ, മുസ്തലിഫ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.